Hey, stop this nonsense. Record won't save you. If someone arrests you, just to use a phone as a weapon. See, now you have a weapon. If misbehave, just use this corner as a most sensitive point. Just frame it. Then attack here. Ready? Come on. Don't go. Yeah, that's it. തമിഴ്നാട് ലുള്ളൊരു കരോട്ട മാസ്റ്റർ. ഇയാൾ മിക്ക വീഡിയോസും കാണാറുണ്ട്. വിശ്വനാഥ് എന്ന് പറയുന്ന കരോട്ട മാസ്റ്ററാണ്. ഇദ്ദേഹം ഒരുപാട് മാസ്റ്ററൊക്കെയാണ്. ഒരുപാട് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ്, മാസ്റ്ററും കൂടിയൊക്കെയാണ്. അദ്ദേഹം ഈ കേരള ഇൻസിഡൻറ്റ് ദീപകിൻ്റെ സംഭവം ഉണ്ടായതിനു ശേഷം അതിനെക്കുറിച്ച് ഇയാൾ സെൽഫ് ഡിഫെൻസ് ആയിട്ടൊരു വീഡിയോ ഇട്ടതാണ്. പക്ഷേ ഈ വീഡിയോയിൽ കണ്ടതുപോലെ എനിക്ക് യോജിപ്പുണ്ട് വിയോജിപ്പുണ്ട്. കാരണം യോജിക്കുന്നത് ശരിയാണ്. ഇങ്ങനെ ഫോട്ടോ എടുത്ത് പബ്ലിക്കായിട്ട് ഇട്ടിട്ട് അയാളെ അത് പബ്ലിക്കായിട്ട് അയാളെ അങ്ങനെ കാണിക്കണം എന്നല്ല, കാണിക്കാതിരിക്കേണ്ടെന്നല്ല പറയുന്നത്. എന്നാൽ പോലും അത് തെറ്റാണ്. ഇതാണ് ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കാതെ, അതായത് താൻ സ്വയം അതായത് സെൽഫ് ഡിഫെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അതേ ഒരു കേസ് വരും. ചിലപ്പോൾ ഫോട്ടോയ്ക്ക് വീഡിയോ എടുത്തില്ലെങ്കിൽ ചുമ്മാ ഇടിച്ചു എന്ന് പറയും. ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്നെ ഒരു കാര്യമില്ലാന്ന് അവൻ പറയുമ്പോൾ ചിലപ്പോൾ അവൻ ടച്ച് ചെയ്തതായിരിക്കും. പക്ഷേ എന്നാലും ഈ ഫോണിലൊന്നും ഷൂട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെളിവ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടുപോകും. പിന്നെ ആളിനെ തല്ലിയെന്ന് പറഞ്ഞ് പരാതിയും ഉണ്ടാവും. അപ്പോൾ ഇതിൽ യോജിക്കാത്ത ഒരു ഭാഗം അത് മാത്രമാണ്. പക്ഷേ എന്ന് വെച്ചാൽ എപ്പോഴും ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ തൊടുന്നവരെയൊക്കെ കയറി ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കാതെ എന്തെങ്കിലും ടച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അത് ശരിയായ കാര്യമാണ്. പക്ഷേ എന്നാലും ഫോണിലൊരു വീഡിയോ എടുത്ത് വെച്ചോ, എന്നിട്ട് പബ്ലിക് ആക്കാതിരുന്നാൽ മതി. എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവം ചോദിക്കുകയാണെങ്കിൽ അധികാരപ്പെട്ട വ്യക്തികളെ, അതായത് പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് മുമ്പിൽ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. അന്നേരം പ്രതികരിച്ചതിന് കാണിച്ചു കൊടുക്കുക. അത് പബ്ലിക്കിലിട്ട് റീച്ചിന് വേണ്ടി നാറ്റിക്കരുത്. അതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ എന്നിരുന്നാലും ഒരു വീഡിയോ എടുത്ത് വയ്ക്കണം നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ തെളിവിടെയെന്ന് വെച്ചാൽ പെട്ടുപോകും. അല്ലാതെ ഇങ്ങനെ ചുമ്മാ കയറി ആളെ ഇടിച്ച് കഴിഞ്ഞാൽ അത് കേസും ആവും. അപ്പോൾ അതിന് തെളിവ് എടുത്ത് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുക. എന്നിട്ട് പോലീസുകാർ വരുമ്പോൾ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ തന്നെ ഇന്ന കാര്യം കൊണ്ടാണെന്നുള്ള കറക്റ്റായിട്ടുള്ള എവിഡൻസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനാവും, ആ കുറ്റവാളി ശിക്ഷിക്കുകയും ചെയ്യും.